Good morning. Exam oriented question ആണ്. നമുക്ക് question വായിക്കാം. In a triangle ABC, P50, Q61, R31 are the midpoint of sides of BC, CA and AB respectively. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ABC ആണ്. അതിന്റെ PQR എന്ന് പറയുന്ന അതിന്റെ മിഡ് പോയിന്റ് ആണ്. പിയുടെ വാല്യൂ, ക്യൂവിന്റെ വാല്യൂ, ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ സ്യൂട്ടബിൾ നെയിം ഫോർ ക്വാഡ്രിലാറ്ററൽ BPQR? BPQR അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. BPQR നിങ്ങൾ എന്ത് പേര് കൊടുക്കും? കാണുമ്പോൾ തന്നെ നമ്മൾ പറയും ഇറ്റ് ഈസ് എ പാരലോഗ്രാം. അതാണ് ഒന്നാമത്തെ ആൻസർ. 2 മാർക്കോ 1 മാർക്കോ ഒക്കെ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ BPQR ഈസ് എ പാരലോഗ്രാം. നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് B ആൻഡ് C. ബിയുടെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കണം, സിയുടെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കണം. അപ്പൊ ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു പാരലോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ ആ പാരലോഗ്രാം നമുക്ക് പാരലോഗ്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഫോർമുല കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പാരലോഗ്രാം ആയിട്ട് എടുത്തത്. വേറെ മെത്തേഡ് ഉണ്ട്, എന്നാലും നമുക്ക് പാരലോഗ്രാം ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ഇത് 61 R31 അല്ലേ? പേര് കൊടുക്കാൻ പോവാണ്. X1 Y1, X2 Y2, X3 Y3, X4 Y4 പേര് കൊടുത്തേ. ഓക്കെ, എന്താണ് നമ്മൾ പഠിച്ചതനുസരിച്ച് എന്താണ് പാരലോഗ്രത്തിന്റെ ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നാണ്? സിമ്പിൾ ആണ്. X1 പ്ലസ് X3 is equal to X2 പ്ലസ് X4. X1 പ്ലസ് X3 അതായത് ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സ്. X1 പ്ലസ് X3 is equal to X2 പ്ലസ് X4. X1 നമുക്ക് അറിയില്ല, X1 അതുപോലെ കൊടുക്കുക. X3 അറിയാം, എത്രയാണ്? 6 is equal to X2 5 പ്ലസ് X4 എന്ന് പറഞ്ഞാൽ 3. X1 പ്ലസ് 6 is equal to 8. X1 is equal to 8. 6നെ ഇപ്പുറത്ത് കൊണ്ടുവരുവാണ്. എന്ത് ചെയ്യണം? പ്ലസ് 6 ആണ്, ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. is equal to എത്ര വരും? 2 എന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? y ചെയ്യാമല്ലോ എന്ന് പറഞ്ഞേ. എങ്ങനെയാണ്? Y1 പ്ലസ് Y3 is equal to Y2 പ്ലസ് Y4. Y1 പ്ലസ് Y3 എത്രയാണ്? 1 is equal to Y2 0 പ്ലസ് Y4 1. അപ്പം Y1 പ്ലസ് 1 is equal to 0 പ്ലസ് 1 എത്രയാണ്? 1 തന്നെ. ഓക്കെ, Y1 പ്ലസ് 1 is equal to 1. Y1നെ ഒറ്റയ്ക്കാക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പ്ലസ് 1 ഇപ്പുറത്തോട്ട് വരും, അത് മൈനസ് അല്ലെ, പ്ലസ് 1 ഇപ്പുറത്തേക്ക് മൈനസ് ആകും, 0. അപ്പൊ Y1ന്റെ വാല്യൂ എത്രയാണ്? 0. അപ്പൊ നമുക്ക് കിട്ടി X1 Y1 എന്ന് പറയുന്നത് എത്ര കിട്ടി? 2 0. അപ്പൊ നിങ്ങൾ എടുത്തെഴുതുക കോർഡിനേറ്റ്സ് ഓഫ് B is equal to, അങ്ങനെ തന്നെ എടുത്തെഴുതണം കേട്ടോ. കോർഡിനേറ്റ്സ് ഓഫ് B is equal to 2 0 എന്നിങ്ങനെ ബ്രാക്കറ്റ് സഹിതം ഇടണം. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മളിത് വെച്ച് ഫോർമുല വെച്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടെ കണ്ടുപിടിക്കാനുണ്ട്. സി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ നോക്ക്, ഇതൊരു BC ഒരു ലൈന്, അതിന് മിഡ് പോയിന്റ് ആണ് പിയുടെ പോയിന്റ് 50. നമുക്ക് B കിട്ടി 20. സി കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനിപ്പോ ഇത് ഇങ്ങനെ എടുക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ മിഡ് പോയിന്റ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ലൈനിന്റെ ഒരു മിഡ് പോയിന്റും ഒരു കോർഡിനേറ്റും ഉണ്ടെങ്കിൽ മറ്റേ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മിഡ് പോയിന്റിന്റെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, വേറെ അതിലേക്കും പോകണ്ട. മനസ്സിലായല്ലോ? ഒരു ലൈൻ 2 പോയിന്റ് ഉണ്ട്, അതിന്റെ മിഡ് പോയിന്റ് ഉണ്ടെങ്കിൽ, മിഡ് പോയിന്റ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിലാണ് ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് മിഡ് പോയിന്റ് ഫോർമുല. എന്താ മിഡ് പോയിന്റ് ഫോർമുല? X1 പ്ലസ് X2 ബൈ 2 Y1 പ്ലസ് Y2 ബൈ 2 എന്ന് പറയുന്നത് മിഡ് പോയിന്റ് വാല്യൂ. അതെന്ത് തുല്യമായിരിക്കും? മിഡ് പോയിന്റ് തുല്യമായിരിക്കും. ഞാനിവിടെ X1 Y1, ഇത് X2 Y2. നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. X1 എത്രയാണ്? 2 പ്ലസ് X2 എത്രയാണ്? X2 തന്നിട്ടില്ല. ബൈ 2 is equal to അല്ല, ഇനി Y1 കൊടുക്കാം. 0 പ്ലസ് Y2 ബൈ 2 is equal to, നമുക്ക് മിഡ് പോയിന്റുകൾ ഇവിടെ ഉണ്ട്, 5ഉം 0യും. നമ്മളിത് ഓരോന്നും എടുത്ത് അപ്ലൈ ചെയ്യാൻ പോവാണേ. 2 പ്ലസ് X2 ബൈ 2 is equal to, ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? 5 ആണല്ലോ. ഇനി
2 പ്ലസ് x2 ഇസ് ഈക്വൽ ടു ഈ 2നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ്. അതായത് x2ന്റെ വാല്യൂ ഒറ്റയ്ക്കാക്കാൻ വേണ്ടി, x2ന്റെ വാല്യൂ കാണാൻ വേണ്ടി ഇവിടെയുള്ള ഓരോരുത്തരെയായിട്ട് നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. നമുക്ക് x2 ആണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ സൈഡിൽ ഓരോരുത്തരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് x2നെ ഒറ്റയ്ക്കാക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് 2നെ അപ്പുറത്ത് കൊണ്ടുപോകാം. ഇവിടെ 2 എന്ത് ചെയ്യായിരുന്നു, ഡിവൈഡ് ആയിരുന്നു. അപ്പൊ അപ്പുറത്ത് പോകുമ്പോൾ അത് എന്നായിട്ട് മാറും, എന്തായിട്ട് മാറും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പൊ ആൻസർ എത്ര വരും, 10 ആണല്ലോ. ഇനി ഇവിടെ x2 ഒറ്റയ്ക്കാക്കിക്കേ, ഇവിടെ 10 കിടപ്പുണ്ട്. ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു, 2നെ എന്ത് ചെയ്യുമായിരുന്നു, ഇവിടെ പ്ലസ് ചെയ്യുമായിരുന്നു. അപ്പൊ 2 ഇപ്പുറത്ത് വരുമ്പോ എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും. അപ്പൊ x2ന്റെ വാല്യൂ 10 - 2 = 8 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? അതേപോലെ നമുക്ക് അടുത്തതൊന്ന് ചെയ്യാം. ഏതാണ്, 0 പ്ലസ് y2/2 = അതിന്റെ വാല്യൂ എത്രയാണ്, 0. 0 പ്ലസ് y2 എന്ന് പറഞ്ഞാൽ y2 തന്നെയല്ലേ. y2 = ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഈ 2 ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു, ഡിവൈഡ്. അതായത് നമുക്ക് y2നെ ഒറ്റയ്ക്കാക്കണം. അപ്പൊ ഇവിടെ ഉള്ള ഓരോരുത്തരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് y2നെ മാത്രം ഈ സൈഡിലാക്കണം, ലെഫ്റ്റ് സൈഡിലാക്കണം. അപ്പൊ ആദ്യം നമ്മൾ 2നെ കൊണ്ടുപോവാണ്. 2നെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ 2 ഡിവൈഡ് ആയിരുന്നു. അപ്പൊ ഇപ്പുറത്ത് ചെല്ലുമ്പോൾ 2നെ മൾട്ടിപ്ലൈ. 2 × 0 എന്നാണ് 0. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 0 പ്ലസ് y2 എന്നാണ്. അപ്പൊ y2 ഒറ്റയ്ക്കാക്കിക്കേ. അപ്പൊ ഇവിടെ 0 ഉണ്ട്. ഈ 0 ഇവിടെ പ്ലസ് ചെയ്യുമായിരുന്നു, അങ്ങോട്ട് പോകുമ്പോൾ -0. 0 × 0 പോലെ തന്നെ 0. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് y2 കിട്ടും. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ y2ന്റെ വാല്യൂ എത്രയാണ്, 0. x2ന്റെ വാല്യൂ എത്രയാണ്, നമ്മളിവിടെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ c എന്ന് പറഞ്ഞായിരുന്നു x2, y2 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ b, x1, y1 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ x2ന്റെ വാല്യൂ, സിയുടെ കോർഡിനേറ്റ്സ് കിട്ടി 8, 0. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് എടുത്തെഴുതുക. നമ്മൾ പറഞ്ഞാൽ കോർഡിനേറ്റ് ഓഫ് c = 8, 0 എന്ന് നമ്മൾ എടുത്തെഴുതണം. സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്ത് തന്നെയാണ്. ഇതിന്റെ 4th വെർട്ടെക്സ് കാണാനും ഇവിടെ ഇങ്ങനെയാണ് 4th വെർട്ടെക്സ്. പാരലോഗ്രാം ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ വേറൊരു വെർട്ടെക്സ് കണ്ടുപിടിക്കാനായിട്ട് മിഡ് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ലൈനായിട്ട് എടുത്തിട്ട് മിഡ് പോയിന്റ് ഫോമിൽ അപ്ലൈ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഈസി. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു.